ചെമ്മാനഭിലാഷ്, എൻ്റെ ചോദ്യം, ഇപ്പോൾ മൊത്തം 3 കേസുകൾ, അതിൽ ഒരു കേസിൽ കീഴ്ക്കോടതി ഉത്തരവിൽ ആ കേസിനെ പറ്റി അതിൻ്റെ മെറിറ്റിൽ കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു കേസിൽ ഹൈക്കോടതി വലിയ വാദത്തിനൊടുവിലും നോട്ട് അറസ്റ്റ് കൊടുക്കുന്നുണ്ട്. അവിടെയും ഈ പറയുന്ന രീതിയിൽ എന്തോ ന്യൂനത ഉള്ളതുകൊണ്ടാണല്ലോ അതിൽ നോട്ട് അറസ്റ്റ് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ കേസിൽ ഈ പറയുന്ന നിയമത്തിൻ്റെ വഴികൾ കൂടി മുൻകൂർ ജാമ്യം തേടുമെന്ന ഭയത്തിലായിരിക്കണം പോലീസ് പെട്ടെന്ന് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നതും. അപ്പോൾ ഇവിടെ ഈ ഉന്നയിക്കുന്ന പരാതികൾ അതിഗൗരവമുള്ളതും അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമാണെങ്കിൽ കൂടിയും നിയമത്തിന്റെ കണ്ണിൽ ഒരു ക്ലിയർ കേസിന്റെ അഭാവം ഉണ്ടോ ശ്രീമാർ അഭിലാഷ്? ബലാത്സംഗം എന്ന് പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഒരു പ്രതിയെ സമീപിക്കുമ്പോൾ മുൻകൂർ ജാമ്യം കോടതിയിൽ സമർപ്പിക്കുവാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് പ്രീഎംപ്റ്റീവായിട്ട് അറസ്റ്റ് ചെയ്യുക എന്നതൊന്നും നിയമം വിഭാവനം ചെയ്യുന്നില്ല. ഇപ്പം ഇതിനകത്തൊരു ഇത്രയും കാലതാമസം ഉണ്ടായി എന്നത് വിചാരണയെ വളരെ കൃത്യമായി ബാധിക്കുന്ന ഒരു വിഷയമല്ലെങ്കിൽ കൂടിയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കാലവിളംബം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ നോട്ട് ടു അറസ്റ്റ് കൊടുത്ത കേസിലും ഈ കാലവിളംബം ഒരു പ്രസക്തമായിട്ടുള്ളൊരു വിഷയമായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പം പോലീസ് സംവിധാനം കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു പേടിയിൽ ഒരു കുറ്റാരോപിതനെ ചാടിക്കയറി അറസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഒന്നിൽ ബെയിൽ അനുവദിച്ചിരിക്കുന്ന സ്ഥിതിക്ക്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ചിരിക്കുന്ന സ്ഥിതിക്ക്, മറ്റേതിൽ ഇൻ്ററിം ഓർഡർ അദ്ദേഹത്തിന് ഫേവറബിളായിട്ട് ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് അത് കോടതിയെ സമീപിക്കരുത് എന്നൊരു വാശിയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ പോകുന്നതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ നിയമത്തിൻ്റെ കണ്ണിൽ കഴിയില്ല. പിന്നെ ഒരു പക്ഷേ പോലീസുകാർ ഇത്ര വളരെ ബ്രില്യൻ്റായിട്ട് ഇത്രയധികം ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ഒരു പ്രതി ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ടൊക്കെ വരുന്ന അവർക്ക് വന്ന മാനുഷികമായിട്ടുള്ള ഒരു പക്ഷേ ഒരു ഉത്സുകതയോ രാഷ്ട്രീയപരമായിട്ട് ഇലക്ഷനൊക്കെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഓടിച്ചെന്നതിന് കാരണം. പിന്നെ ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസാണ്. ഇപ്പം മെഡിക്കൽ എക്സാമിനേഷൻ നടന്നിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബലാത്സംഗ കേസിൽ പോയി അറസ്റ്റ് ചെയ്യുവാൻ കഴിയില്ല എന്ന് നിയമം നിഷ്കർഷിക്കുന്നില്ല. ഇപ്പം മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് വിക്ടിം ഓഫ് റേപ്പ് എന്ന് പറയുന്നത് 184 നാഗരിക് സുരക്ഷാ സംഹിതയിലാണ് പറയുന്നത്. അവിടെയും പറയുന്നത് അതിനകത്ത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്, അത് അനുമതിയോടുകൂടി അത് എവിഡൻസ് കളക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ മെഡിക്കൽ എക്സാമിനേഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഏജൻസിയുടെ കരങ്ങളെയാണ് കൂടുതൽ ശക്തമാകുക. പിന്നെ ഈ 2 വർഷം കഴിഞ്ഞതിനകത്ത് മെഡിക്കൽ എവിഡൻസ് എന്താണ് കിട്ടുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു കുറ്റകൃത്യത്തിലെ ഇരയുടെ വാക്കുകളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ, മൈനർ കോൺട്രഡിക്ഷൻസിനോട് കണ്ണടയ്ക്കുമ്പോൾ തന്നെയും വിശ്വസിക്കാവുന്ന തരത്തിൽ കോടതിക്ക് മുൻപിൽ പറയാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ, മൊഴി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പം വി ആർ ഓൺ പ്രിൻസിപ്പിൾസ്. ഇവിടെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളത് അതിന് സാധ്യത കൂടുതലാണ്. ഈ പുറത്തേക്ക് വരുന്ന ചാറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സാധ്യത കൂടുതലാണ് എന്നത് നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളിപ്പം സ്ക്രീനിൽ ഒരു വിചാരണ നടത്തി ഇൻസ്റ്റൻ്റായിട്ട് ജഡ്ജ്മെൻറ്റ് പ്രൊനൗൺസ് ചെയ്യുകയോ ക്ലിക്കുകൾക്ക് വേണ്ടി അത്തരത്തിലൊരു ഓർഡർ പ്രൊനൗൺസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പം പൊതുവേ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഡൻസി കാണുന്നുണ്ട്. പക്ഷേ വിചാരണയ്ക്ക് ശേഷം, നീതിയുക്തമായിട്ടുള്ള വിചാരണയ്ക്ക് ശേഷം മാത്രമേ അതൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പക്ഷേ സെഷൻസ് കോടതിയെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജാമ്യം കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോഴല്ലെങ്കിലും സമീപകാലത്ത് ജാമ്യം കിട്ടുവാനുള്ള സാധ്യതയാണ് പ്രകടമായിട്ട് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ജഡ്ജിന് വിവേചനാധികാരം വിനിയോഗിച്ചുകൊണ്ട് കസ്റ്റഡി അപേക്ഷ ഇല്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജാമ്യം കൊടുക്കുവാൻ സെഷൻസ് കോടതിയുടെ കരങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും തടയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിക്ക് ഇതിനുള്ള അധികാരം ഉണ്ട് എങ്കിലും പരമ്പരാഗതമായിട്ട് ഇങ്ങനെയുള്ള ഒഫൻസിൽ കൊടുക്കില്ല. ശരിയാണ്. പോലീസ് കൂടുതൽ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടുന്നില്ല എന്ന് കൂടി കേൾക്കുന്നുണ്ട്. പാലക്കാട് അടക്കം പോയി തെളിവെടുക്കേണ്ട സാഹചര്യത്തിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.